Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് കുറച്ചൊരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആണ്. ഇത് സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ അങ്ങനത്തെ പ്രൊഡക്റ്റ് അല്ല, മറിച്ച് ഇതൊരു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ട്രാക്കറാണ്. ഇതാണ് ജിയോൻ്റെ JioTag. അപ്പോൾ JioTag ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ നമ്മുടെ കാറിൻ്റെ താക്കോല്, വീടിൻ്റെ താക്കോല്, അല്ലെങ്കിൽ പേഴ്സ്, ബാഗ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പല സ്ഥലത്തും വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മറന്നു പോകും എവിടെയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ കാർ എടുക്കാൻ പോകുമ്പോഴായിരിക്കും കാറിൻ്റെ കീ മിസ്സിങ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയലായ ഒരു പ്രൊഡക്റ്റാണ് ഈ JioTag എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കേട്ട് കാണും, ആപ്പിളിൻ്റെ AirTag എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. അതും ഇതേമാതിരി ട്രാക്കറാണ്. അതിന് കുറച്ചുകൂടെ വില കൂടിയതാണ്, കുറച്ചുകൂടി പ്രീമിയം ഫീച്ചേഴ്സാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ JioTag ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. വെറും 799 രൂപയാണ് ഒരു ടാഗിൻ്റെ വില. അപ്പോൾ നമുക്ക് എത്ര ടാഗ് വേണമെങ്കിൽ മേടിക്കാം. ഓരോരോ പ്രൊഡക്റ്റിനും ഓരോരോ ടാഗായിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാഗേജിനൊപ്പം തന്നെ വെക്കാം. ഇത് ബ്ലൂടൂത്ത് എനേബിൾഡ് ഇതാണ്. അപ്പോൾ അറൗണ്ട് 20 മീറ്റേഴ്സ് റേഞ്ച് ഇൻഡോഴ്സും 50 മീറ്റേഴ്സ് റേഞ്ച് ഔട്ട്ഡോഴ്സും ആണ്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് റേഞ്ചിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ മിസ്പ്ലേസ് ചെയ്ത പ്രൊഡക്ട്സിനെ കണ്ടുപിടിക്കാനാണ്. പ്രത്യേകിച്ച് വീട്ടിനകത്താണ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളായ താക്കോല്, പേഴ്സ്, ബാഗുകൾ, അങ്ങനെ ചെറിയൊരു കാര്യങ്ങൾ മിസ്പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ തുറന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിൾ പ്രൊഡക്റ്റാണ്. നമ്മൾ ആക്ച്വലി ജിയോൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് JioTag. വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആണ്. ഇതുണ്ടല്ലോ, ഇവിടെ വില 2199 എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ വെറും 799 രൂപയുള്ളൂ. ഫൈൻഡ് യുവർ തിങ്, ഗെറ്റ് ഡിസ്കണക്ഷൻ അലേർട്ട്, നോ ഡിസ്കണക്ഷൻ ലൊക്കേഷൻ, പിന്നെ ജിയോ കമ്മ്യൂണിറ്റി വെച്ച് കണ്ടുപിടിക്കാം, ലൊക്കേറ്റ് യുവർ ഫോൺ, അങ്ങനത്തെ ഓപ്ഷൻസ് വരുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടാഗിൻ്റെ പടം ഉണ്ട്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് JioTagൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡിജിറ്റൽ വേൾഡ് ഓഫ് ജിയോ എന്ന് പറഞ്ഞിട്ട് ടാഗിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് പെയർ ചെയ്യാന്നൊക്കെ ഉള്ളത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ആക്ച്വൽ JioTag ആണ്. ഇതാണ് JioTag. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് JioTag. അപ്പോൾ വളരെ മിനിമൽ ഡിസൈനാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ജിയോൻ്റെ ബ്രാൻഡിങ് കാണാം. അതേപോലെ ഇവിടെ ഒരു പാറ്റേൺ, ഇത് ആക്ച്വലി ഒരു ബട്ടനാണ്, പെയർ ചെയ്യാനൊക്കെ ഉള്ള ബട്ടനാണ്. പിന്നെ ഒരു കേബിൾ ഉണ്ട്, ലാനിയേഡ് കേബിൾ. പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. ഇത് മേ ബി എവിടെയെങ്കിലും ഒട്ടിക്കാനായിരിക്കും. പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. ഇത് ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, വെറുതെ അങ്ങോട്ട് നമുക്ക് ജസ്റ്റ് വലിച്ചിട്ട് റിമൂവ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷൻ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് തുറന്നെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ആണ്. ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ബാറ്ററിയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് പെയർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് JioThings എന്ന് പറഞ്ഞ ആപ്പാണ്. ഇതിൽ JioThings. അപ്പോൾ ഇവിടെ നമ്മൾ മൈ ടാഗ്സ് പോയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ പെയറിങ് വരും. പെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്റ്റഡ് കാണാം. നിർമ്മൽസ് JioTag എന്ന് കണ്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഫൈൻഡ് ടു റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. പിന്നെ ലൊക്കേഷൻ കാണാം, ബാറ്ററി സ്റ്റേറ്റസ് കാണാം. അതേപോലെ JioTag ആൻഡ് ഫോൺ സെറ്റിങ്സ്, ഫോൺ അലേർട്ട്. ഇപ്പോൾ നമ്മൾ അലേർട്ട് ടൈപ്പ് എങ്ങനെ വേണം നമുക്ക് സെറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വിത്ത് സൗണ്ട്. അതേപോലെ JioTag, സെലക്ട് ദ അലേർട്ട് ടൈപ്പ് ഓൺ യുവർ JioTag. അപ്പോൾ ടേൺ ഓൺ നോട്ടിഫിക്കേഷൻ. റീകണക്ട് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ ഇവിടെ JioTagൻ്റെ ഇത് ഓഫ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇവിടെ നമുക്ക് ഫോൺ റിംഗ് ഡ്യൂറേഷൻ, എത്ര നേരം വേണം ഫോൺ റിംഗ് ചെയ്യണം. അതേപോലെ JioTagൻ്റെ റിംഗ് ഡ്യൂറേഷനും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടുത്തെത്തുമ്പോൾ ഇതിനകത്ത് നമുക്ക് പെയറിങ് വരും. പെയറിങ് ഇപ്പോൾ ഞാൻ എവിടെയും വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ റിംഗ് ടു ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ റിങ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ റിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് സൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാം എവിടെയാണ് ഇരിക്കണം എന്നുള്ളത്. ഇതിനകത്ത് ലൊക്കേഷൻ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷനേ നമുക്കിവിടെ കിട്ടുള്ളൂ കേട്ടോ. കാരണം എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്കിവിടെ ഇല്ല, അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. ആപ്പിളിൻ്റെ AirTagലാണെങ്കിൽ കറക്റ്റായി ലൊക്കേഷൻ കിട്ടും. നമുക്കിവിടെ ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷനേ വരുന്നുള്ളൂ. എങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഫോൺ എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് നമ്മൾ ടാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ടാഗിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. വേണ്ട, അപ്പോൾ നമ്മുടെ ഫോണും നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് JioTagന്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് JioTag വെച്ചുള്ള പ്രൊഡക്ട്സ് നമുക്ക് ടാഗ് ചെയ്തിട്ട് ഫോൺ വഴി കണ്ടുപിടിക്കാം, മിസ്പ്ലേസ് ചെയ്യുക. നമ്മൾ ഫോൺ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും JioTag വഴി കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇതിന്ന് റേഞ്ചിൽ നിന്ന് പുറത്തു പോയാൽ നോട്ടിഫിക്കേഷൻ വരും, റേഞ്ചിനകത്ത് വന്നാൽ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്.
പിന്നെ നമുക്ക് ഇൻ കേസ് നമ്മൾ ടാഗ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ടാഗ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജിയോ കമ്മ്യൂണിറ്റിയുടെ അതിനകത്ത് ഈ ടാഗ് റിപ്പോർട്ടഡ്ലി ലോസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ജിയോ ടാഗ് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ചിലപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. ഒരുപാട് പേര് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അതിനുള്ള ഒരു എന്താ പറയുക ആക്ച്വൽ യൂസ് വരുന്നുള്ളൂ. അതുവരെ നമുക്ക് ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അപ് ടു 20 മീറ്റേഴ്സാണ് ഇൻഡോഴ്സിൽ. അപ്പോൾ 20 മീറ്ററിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ റൂമിനകത്തുള്ള വോളൊക്കെ ബ്ലൂടൂത്തിനെ എന്താ പറയുക ഡിസേബിൾ ചെയ്യുമെങ്കിൽ ആ ഒരു റേഞ്ച് കൂടെ കണക്കിലെടുക്കണം. പുറത്ത് ഔട്ട്ഡോറിലാണെങ്കിൽ അപ് ടു 50 മീറ്റർ വരെ റേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് ട്രാക്കർ. അപ്പോൾ ഇതും ആപ്പിളിൻ്റെ എയർടാഗായിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എയർടാഗ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്. അതായത് ഡിസ്റ്റൻസ് കറക്റ്റായി കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനൊരു അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ റിംഗ് സൗണ്ട്, റിംഗ് വോളിയം വളരെ നല്ലതാണ്. കാരണം നല്ല ഒരു സൗണ്ടാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ജിയോ ടാഗിൻ്റെ യൂസ്. അപ്പോൾ നമ്മൾ റെഗുലറായി മിസ്പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ടാഗിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഇത് ടാഗിൻ്റെ കൂടെ കെട്ടിവെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ബാറ്ററി അപ്രോക്സിമേറ്റ്ലി 1 ഇയറോളം ലാസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സ്പെയർ ബാറ്ററിയും ബോക്സിനകത്തുണ്ട്. CR2023 എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. വളരെ വില കുറഞ്ഞ ബാറ്ററിയാണ്. അത് 1 വർഷത്തോളം ലാസ്റ്റ് ചെയ്യും. കാരണം വളരെ ബ്ലൂടൂത്തിന് ബ്ലൂടൂത്ത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1 വർഷമൊക്കെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനില്ല. വെറും 799 രൂപയ്ക്ക് മേടിക്കാം. ആപ്പിളിൻ്റെ എയർടാഗായിട്ട് കമ്പയർ ചെയ്ത് ആപ്പിളിൻ്റെ എയർടാഗ് 3200 രൂപയാണ്. അറൗണ്ട് 3000 റുപ്പീസാണ്. അതിന് 4 വിലക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്യുറസി ലെവൽ അത്ര ഇല്ല, ആപ്പിളിൻ്റെ എയർടാഗിൻ്റെ അത്ര ഇല്ല. അപ്പോൾ എന്നാലും നമുക്കൊരു ബേസിക് ലെവൽ ഓഫ് എന്താ പറയുക ഒരു ട്രാക്കിംഗ് നമുക്ക് ഇതിൽ പോസിബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു ജിയോൻ്റെ ജിയോ ടാഗ്. ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് ജിയോൻ്റെ വെബ്സൈറ്റിൽ മേടിക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെങ്കിലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.